കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. വേദപുസ്തകത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദവാക്യമാണ് പരിശുദ്ധ ആത്മാവ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാകുന്നു എന്ന്, കരുതുന്ന ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പത്രോസ് വരച്ച് കാണിക്കുകയാണ്. തിരുവചനത്തിനകത്ത് കരുതുന്ന ദൈവത്തെ ധാരാളം ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ കരുതുന്ന ദൈവമുണ്ട്. ആഗറിൻ്റെ കുഞ്ഞിനു വേണ്ടി മരുഭൂമിയിൽ നീരുറവ കരുതി കൊടുത്ത ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മരുഭൂമി കരുതിയ ഒരു ദൈവമുണ്ട്. അവർക്ക് അപ്പം കൊടുത്തു, മന്ന കൊടുത്തു, അവർക്ക് കാടപ്പക്ഷിയെ ഇറച്ചിയായിട്ട് കൊടുത്തു. അവരുടെ ഇടയിൽ പാമ്പ് കടി തുടങ്ങിയപ്പോൾ അനേകർ മരിച്ചു. മരുഭൂമിയിലെ പാമ്പ് കടിച്ചു, മരുഭൂമിയിലെ മണ്ണിലുള്ള പാമ്പ് കടിച്ചു. എന്നാൽ ഒരു പിച്ച സർപ്പത്തെ കരുതി വെച്ച് ആ പാമ്പിൻ്റെ കടി കൊള്ളുന്നവനെല്ലാം പിച്ച സർപ്പത്തെ നോക്കിയാൽ ജീവിക്കുന്ന നിലയിൽ കരുതിയ ദൈവമുണ്ട്. മാറയെ മധുരമാക്കി കൊടുത്തൊരു ദൈവമുണ്ട്. അപ്പം വേദപുസ്തകത്തിൽ കരുതുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും. എന്നാൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ എന്ത് ചെയ്യണം? ആരാണ് അവൻ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. ചിന്താകുലമില്ലാത്ത ആരും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നില്ല. ഒന്നല്ലെങ്കിൽ മറ്റു നിലയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിന്താകുലങ്ങളുണ്ട്. ഇന്നത്തെ ചിന്ത നാളെ നമ്മൾ എന്ത് തിന്നും, എന്തുടുക്കും എന്നുള്ളതാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, നാളെ രാവിലെ എന്താ ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ നാളെ ഏത് സാരിയാണ് ഉടുക്കണ്ടേ, അല്ലെങ്കിൽ നാളെ ഞാൻ ഏത് കോട്ട ഇടണ്ടേ, അല്ലെങ്കിൽ നാളെ ഞാൻ ഏത് ഷൂവാണ് ഇടണ്ടേ, അല്ലെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, വ്യാകുലപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളും ഇന്ന് രാവിലെ പല ചിന്താകുലത്തിനകത്തായിരിക്കും. ആ ചിന്താകുലം വ്യത്യസ്തമാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്താകാം, ഫീസ് അടയ്ക്കുന്ന കാര്യത്തെ ഓർത്താകാം, അടുത്ത അഡ്മിഷൻ എടുക്കുന്ന വിഷയത്തെക്കുറിച്ചാകാം. 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി +2 പഠിക്കണം, ഇനി എങ്ങനെ പഠിക്കണം, ഏത് സ്കൂളിൽ പഠിക്കണം, ഏത് കോളേജിൽ പോകണം, എവിടെ അഡ്മിഷൻ എടുക്കണം, വ്യാകുലതയാണ്. നേഴ്സിങ്ങിന് വിടണം, +2 കഴിയുക ഈ വർഷം, ഇനി കുഞ്ഞിനെ നേഴ്സിങ്ങിന് വിടണം, എങ്ങനെ പഠിപ്പിക്കും, ഫീസ് എങ്ങനെ അടയ്ക്കും, ഏത് കോളേജിൽ വിടണം, എങ്ങനെ അഡ്മിഷൻ കിട്ടും, ചിന്താകുലങ്ങളാണ്. വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെ പണിയും, എങ്ങനെ ആരംഭിക്കും, ചിന്താകുലമാണ്. ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എവിടെ പോകണം, ഏത് രാജ്യത്ത് പോകണം, ചിന്താകുലമാണ്. ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയായിരിക്കും, ഏത് പെൺകുട്ടിയാണ്, ഏത് ചെറുക്കനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ചിന്താകുലമാണ്. പ്രിയരെ, ചിന്താകുലങ്ങൾ കൊണ്ട് വ്യാകുലപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശയും ഭാരവും തളം കെട്ടിക്കിടക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് വ്യക്തതയോട് പറയുകയാണ്, നിങ്ങൾ ഈ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നാളെ ഓർത്ത് നീ വിചാരപ്പെടരുത്, നാളെ ഓർത്ത് നീ കലങ്ങരുത്. നാളേക്കായി വിചാരപ്പെടുന്നത് ജാതികളാണ് വിചാരപ്പെടുന്നത്. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിനകത്ത് 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള പ്രിയപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ അത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ എന്തു ചെയ്യും? ദൈവം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്കൊരപ്പ ഉണ്ടെന്നേ, ഈ ഭൂമിയിലെ അപ്പന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അമ്മയ്ക്ക് നമ്മെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. അയ്യോ, എൻ്റെ അമ്മ എനിക്ക് വസ്തു തന്നില്ലല്ലോ, എൻ്റെ അപ്പൻ എനിക്ക് വസ്തു തന്നില്ലല്ലോ, പണം തന്നില്ലല്ലോ, നിരാശപ്പെടേണ്ട. നമ്മൾ മനുഷ്യരാണ്, നിരാശ വരും, ഭാരം വരും. എന്നാലും അവരങ്ങളോട് അങ്ങനെ ചെയ്തല്ലോ,
അവൾ അങ്ങനെ ഞങ്ങളോട് ഇടപെട്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ, കർത്താവ് എനിക്ക് കയറി കിടക്കാൻ വീടില്ല, അല്ലെങ്കിൽ എനിക്ക് അല്പം സ്ഥലം വേണം, അല്ലെങ്കിൽ എനിക്കൊരു വാഹനം വേണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വഴി തുറക്കണം, ജോലിയില്ല, പഠിത്തമൊക്കെ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ട്, പല ഇൻ്റർവ്യൂവിനൊക്കെ പോവും, പക്ഷേ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാകാൻ പറ്റുന്നില്ല. ഒരു വിശാലത ഉണ്ടാകാൻ ആഗ്രഹിച്ച് വിചാരപ്പെട്ട് മക്കളെ ഓർത്ത് വ്യാകുലപ്പെട്ട് കലങ്ങി മറിയുന്ന ഹൃദയവുമായിട്ട് വർഷങ്ങളായി വ്യാകുലപ്പെട്ടിരിക്കുന്നവരോട് ദൈവാത്മാ പറയുകയാണ്, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിനക്ക് ക്രിസ്തുവേശുവിൽ അത് പൂർണ്ണമാക്കി തരാൻ. ഏത്? നീ വ്യാകുലപ്പെടുന്ന ചിന്താകുലപ്പെടുന്ന വിഷയത്തെ പൂർണ്ണമാക്കി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ ചിന്താകുലം അവൻ്റെ മേൽ എന്ത് ചെയ്യുക? ഇട്ടുകൊള്ളുക, യേശുവിൻ മേൽ ഇട്ടുകൊടുക്കുക. യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പത്രോസിനെ വിട്, പൗലോസിനെ വിട്. യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ? എന്താ യേശു കർത്താവ് പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മറുവശത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അധികം ഭാരമുള്ളത് എൻ്റെ അടുക്കൽ എന്ത് ചെയ്യുക? കൊണ്ടുവരിക, ഞാൻ അതിനെ പുലർത്തി തരാം. നിങ്ങൾക്ക് ഭാരമുള്ളത്, നിങ്ങൾക്ക് നിരാശയുള്ളത്, നിങ്ങൾക്ക് വേദനയുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനത് പുലർത്തിത്തരാം, ഞാനത് മാനിച്ചു തരാം, ഞാൻ അതിനകത്തൊരു പ്രവൃത്തി ചെയ്യാം, വഴി തുറക്കാം. ഇത്ര വലിയൊരു ദൈവം നമുക്കുള്ളപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നിങ്ങൾ നിരാശപ്പെടേണ്ട. കർത്താവിൻ്റെ സന്നിധി നിങ്ങൾ കരയണ്ട. ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യവും ഇരുന്ന് പ്രാപിച്ചുകൊണ്ട് ആത്മബലത്തിൽ നിങ്ങൾ ബലമേറ്റെടുത്താൽ മതി. ആ ബലത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ധൈര്യപ്പെട്ടാൽ, കർത്താവിൻ്റെ മക്കളോട് ഞാൻ പറയാം, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ഒഴിഞ്ഞുപോയ പത്രോസിൻ്റെ പടകിനകത്ത് ആ വല ശൂന്യമായപ്പോൾ, ആ പടക് ശൂന്യമായപ്പോൾ, അതിരാവിലെ പടകിൽ നിന്നിറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിൻ്റെ പടകിനകത്ത് യേശു കയറിയിരുന്ന ആമേ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ, ഈ പടകിൻ്റെ വലതുവശത്ത് എന്ത് ചെയ്യുക? വല വീശുക. മറ്റൊരവസരത്തിൽ പത്രോസ് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നാഥ, നിന്റെ വാക്കിൻ്റെ മുമ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? വലയിറക്കാം. അധ്വാനിച്ചു മടുത്തവരെ, രാത്രി മുഴുവനും അധ്വാനിച്ചു, പകൽ മുഴുവനും അധ്വാനിച്ചു, അവസാനം ഒരു നീക്കി ബാക്കി ഉണ്ടാകാൻ കഴിയാതെ ഓരോ മാസത്തിൻ്റെയും 15 ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെ അടുത്ത 15 ദിവസം ജീവിക്കണമെങ്കിൽ കടം വാങ്ങിച്ച് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നടക്കണമെങ്കിൽ, ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ, ഒരു കയറിത്താമസത്തിന് പോകണമെങ്കിൽ, ഒരു വിരുന്നിന് പോകണമെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ച് പോകേണ്ട സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരെ, ഇന്ന് രാവിലെ നിങ്ങൾ നിരാശപ്പെടേണ്ട. എന്നും എൻ്റെ അവസ്ഥ ഇങ്ങനെയാണോ? എന്നും ഞാൻ ഇങ്ങനെ കിടക്കണോ? നിരാശപ്പെടേണ്ട. ദൈവം നിനക്ക് വേണ്ടി കരുതും. ശൂന്യമായ പത്രോസിന്റെ പടകിനെ കരുതിയപ്പോൾ പെരുത്ത മത്സ്യക്കൂട്ടം കയറി വല കീറുമാറ് പത്രോസിനെ അനുഗ്രഹിച്ചു എന്ന് വായിക്കുന്നെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളോടൊരു ദൂത് പറയാം. നിങ്ങളുടെ വല കീറുമാറ് നിങ്ങളെ അനുഗ്രഹിപ്പാൻ 2026 അവസാന ഘട്ടങ്ങളിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ മാസം തീരുന്നതിന് മുമ്പ് നിന്റെ പടകിനകത്ത് ഒരത്ഭുതം നടക്കും, നിന്റെ വലയ്ക്കകത്ത് ഒരത്ഭുതം നടക്കും, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരത്ഭുതം നടക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം നടക്കും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രിയരെ. നീ ഭാരപ്പെടുന്ന വിഷയം കർത്താവിൻ്റെ പക്കൽ കൊടുക്ക്. നീ നിലവിളിക്കുന്ന വിഷയം മനുഷ്യരുടെ കയ്യിൽ ഷെയർ ചെയ്യാതെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നീ കൊടുക്ക്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കുക. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ദൈവകൃപയോട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, അവൻ്റെ ധനത്തിനൊത്തവണ്ണം സകലതും തീർത്തു തരും. ദൈവത്തിൻ്റെ ധനം എത്രയാണ്? ഒരു ബാങ്കിൽ കിടക്കുന്ന 30 കോടിയാണോ ദൈവത്തിൻ്റെ ധനം? അല്ലെങ്കിൽ ഒരാടക ഇരിക്കുന്ന 50 ഏക്കർ സ്ഥലമാണോ ദൈവത്തിൻ്റെ ധനം? അല്ല. മുഴു ലോകത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ധനമെങ്കിൽ നമ്മുടെ അപ്പായുടെ കയ്യിൽ ഒന്നിനും കുറവില്ല പ്രിയരെ. അപ്പായുടെ കയ്യിൽ ഒന്നിനും കുറവില്ല. അവൻ്റെ കൈ അഭിവൃദ്ധിയുള്ളതാണ്, സമൃദ്ധിയുള്ളതാണ്. ദൈവം കൈ നീട്ടിയാൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. ദൈവം കരം വലിച്ചാൽ അതിനെ നീട്ടാൻ ആർക്കും കഴിയില്ല. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ദൂത് കൈമാറുകയാ.
നിങ്ങൾ നിരാശപ്പെടുന്ന വിഷയത്തിൽ ഒരു അഭിവൃദ്ധി തരുവാൻ, നിങ്ങൾ കരയുന്ന വിഷയത്തിൽ ഒരു നീക്കുപോക്ക് തരുവാൻ, നഷ്ടപ്പെട്ടു പോയ ജോലി മടക്കി തരുവാൻ, നഷ്ടപ്പെട്ടു പോയ പഠനം മടക്കി തരുവാൻ, നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം മടക്കി തരുവാൻ, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം മടക്കി തരുവാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ മതിയായവനായി ഇന്ന് പകൽക്കാലമുണ്ട്. എന്നെ സ്നേഹിച്ചൊരു യേശുവുണ്ട്, എന്നെ കരുതിയൊരു യേശുവുണ്ട്, എൻ്റെ സ്ഥിതികൾ അമ്മ മാനിച്ച ദൈവമുണ്ട്. ഓരോ ദിവസവും എനിക്ക് വേണ്ടതെല്ലാം നൽകി തരുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വരച്ചു കാണിക്കുകയാണ്. ആ യേശു നിങ്ങൾക്ക് വേണ്ടി കരുതും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് കർത്താവ് കരുതും. എങ്ങനെ? അബ്രഹാമിൻ്റെ തലമുറയായ ഇസഹാക്കിൻ്റെ ദേഹത്ത് കത്തി വീഴുന്ന ആ തക്ക സമയത്ത് അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേ കൈവയ്ക്കരുതെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ട് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അൻപിമ്പാട് ദൂരത്തോട്ട് ആട്ടുകൊറ്റൻ കൊമ്പ് കുരുക്കപ്പെട്ടവനായി കിടക്കുന്നത് കണ്ടെങ്കിൽ, ആ തലമുറ യാഗമാകേണ്ട സ്ഥാനത്ത് ഒരാട്ടുകൊറ്റൻ യാഗമായി തക്ക സമയത്ത് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, തക്ക സമയം, നീ തകർന്നു എന്ന് പറയുന്ന ആ തക്ക സമയം, ഇനിയൊരു വിടുതലില്ല എന്ന് പറയുന്ന ആ തക്ക സമയം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കരുതും. വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനെ, ഇന്ന് രാവിലെ ആ ദൂതിൻ്റെ മുമ്പിൽ ഈ മക്കളെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കരുതുവാൻ അങ്ങ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കരുതേണ്ടവരും ഞങ്ങളെ സ്നേഹിക്കേണ്ടവരും മാറി നിന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, ജീവിക്കാൻ അറിയത്തില്ല, അവന് ജീവിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും കരുതി പട്ടിണി കിടത്താതെ, നഗ്നരാക്കാതെ, കിടക്കയിൽ കിടത്താതെ, ഞങ്ങളുടെ തലയെടുത്ത് 10 പേരുടെ മുമ്പിൽ മാന്യതയോടുകൂടെ ഞങ്ങൾ നടത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയം സ്വർഗത്തിൽ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് വേണ്ടി കരുതിയതിനായി സ്തോത്രം. ക്രിസ്തുവേശുവിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി മാറ്റിത്തരുന്നതിനായി സ്തോത്രം. ക്രിസ്തുവേശുവിൽ ഞങ്ങളെ സമ്പന്നരാക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുവേശുവിൽ ഞങ്ങളെ പൂർണ്ണരാക്കുന്നതിനായി സ്തോത്രം. യേശുവേ, ഈ വചനം വെച്ച് ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരെ ദൈവം വിടുവിച്ച് ബലപ്പെടുത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുപ്പട പൊന്നു തന്നെ ഉള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. നിരാശപ്പെടേണ്ട. കർത്താവ് തക്ക സമയം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ.